കാലത്ത് പോലും സർക്കാരും പ്രതിപക്ഷവും പരസ്യമായി ഏറ്റുമുട്ടുന്നു. പല വിഷയങ്ങളും രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ തെരുവിൽ സമരം നടത്തുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 10 കോടി രൂപ സമാഹരിച്ച് സർക്കാരിന് നൽകുകയാണ്. അതിന്റെ ആദ്യ ഗഡു ഇന്ന് മലപ്പുറം കളക്ടർക്ക് നൽകുകയാണ്. മാതൃകാപരമായ നടപടിയാണ്. അതിലൊരു മാതൃകയുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പണം സ്വരൂപിച്ച് സർക്കാരിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഒരു പക്ഷേ ആദ്യത്തെ സംഭവമാവാം. സുരേഷ്, തീർച്ചയായും ഒരുപക്ഷെ ഇതൊക്കെ തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ പാണക്കാട് ഹൈദരലി തങ്ങളെ കണ്ട് ഈ പ്രതിരോധ പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയിൽ അത്രയധികം രോഗികൾ ഓരോ ദിവസവും വരുന്നുണ്ട്, FLTCകളിലും മറ്റും കാര്യമായ ഒരു ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊന്നും സർക്കാരിന് പൂർണ്ണമായിട്ടും ഫണ്ട് തികയുന്നില്ല. അതുകൊണ്ട് സഹായിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന അദ്ദേഹം നടത്തുകയും അതിനുശേഷമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി 10 കോടിക്ക് തുല്യമായ അല്ലെങ്കിൽ 10 കോടി മുടക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികളും മറ്റും വാങ്ങി നൽകാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയത്. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള KMCC കമ്മിറ്റികൾ, യൂത്ത് ലീഗ്, ഒപ്പം തന്നെ